ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു IPO റിവ്യൂ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗണേഷ് കൺസ്യൂമറിൻ്റെ IPOയും ഇന്ന് സെപ്റ്റംബർ 22 ആരംഭിച്ച് 24 സെപ്റ്റംബർ വരെയാണ് നീണ്ടു നിൽക്കുന്നത്. സെപ്റ്റംബർ 29 ഈ ഗണേഷ് കൺസ്യൂമറിൻ്റെ IPO രജിസ്റ്റർ ആവുന്നത്. 409 കോടി രൂപയുടെ IPO ആണ്. ഇതൊരു ബംഗാൾ ബേസ്ഡ് കമ്പനിയാണ്. ഗണേഷ് കൺസ്യൂമർ കൊൽക്കത്ത ബേസ്ഡ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറർ. അതുപോലെ തന്നെ മറ്റേ മൈദയും സൂചിയും ആട്ടയൊക്കെ നമുക്ക് പാക്കറ്റിലാക്കിയിട്ട് വിൽക്കുന്ന അങ്ങനെയുള്ള ബിസിനസ് നടക്കുന്നതാണ്. പ്രത്യേകിച്ചും കടലപ്പൊടി, അതുപോലെ തന്നെ ആട്ട, സ്പൈസസ്, ഇതൊക്കെയാണ് ഇവർ ഇങ്ങനെ വിൽക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ലാർജസ്റ്റ്, അതായത് മൂന്നാമത്തെ ബ്രാൻഡ് ആൻഡ് പാക്ക്ഡ് ഹോൾ ഫീൽ പ്രൊഡക്ട്സ്, ഈ ഗോതമ്പിൻ്റെ മറ്റു ഡെറിവേറ്റീവ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സൂചി, മൈദ, ആട്ട, ഇതൊക്കെ വിൽക്കുന്ന ഏറ്റവും വലിയ മൂന്നാമത്തെ ബ്രാൻഡാണ് ഇവർ. കിഴക്കേ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് അവരുടെ വിൽക്കുന്നത് ഗണേഷ് എന്ന ബ്രാൻഡിലാണ് വിൽക്കുന്നത്. ഇവരുടെ 850 കോടി രൂപയുടെ റവന്യൂവിൽ 77% വരുന്നത് B2C, അതായത് കൺസ്യൂമേഴ്സിന് നേരിട്ട് വിൽക്കുകയാണ് ഇവർ ചെയ്യുന്നത്. 85% ജനറേറ്റ് ചെയ്യുന്നതും വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. അപ്പോൾ ബംഗാളിൽ നിന്ന് മാത്രമാണ് ഇവരുടെ 85% റവന്യൂ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റീജിയണൽ പ്ലേ എന്ന് നമുക്ക് പറയാം. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഭാഗത്തേക്ക് ഇവരെ കൂടുതൽ അറിയാൻ സാധ്യതയില്ല. പ്രത്യേകിച്ചും ബംഗാൾ ബേസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ അതുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള സംസ്ഥാനങ്ങളിലാണ് ഇവരുടെ സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. 409 കോടി രൂപയുടെ IPO ആണ്. ഇതിൽ 130 കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആണ്. അതിൽ 60 കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത് ഡെറ്റ് തിരിച്ചടക്കാൻ വേണ്ടിയിട്ടാണ്, കടം വിട്ടാൻ വേണ്ടിയിട്ടാണ്. കമ്പനിക്ക് മൊത്തം 205 കോടി രൂപയുടെ കടമുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ ലോണും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 45 കോടി രൂപ അവരുടെ ഗ്രീൻഫീൽഡ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് കാപ്പെക്സ് പ്രോസസ്സിംഗ് പ്ലാന്റ് ഡാർജിലിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പാക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോസസ്സിങ്ങും ഈ ധാന്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രീൻഫീൽഡ് എക്സ്പാൻഷൻ അവർ ഡാർജിലിംഗ് നടത്തുന്നത്. അതിന് വേണ്ടിയിട്ടാണ് 45 കോടി രൂപ ചിലവാക്കുന്നത്. 279 കോടി രൂപ ഓഫർ ഫോർ സെയിലാണ്. ഇതിൽ 80% വരുന്നത് മോത്തിലാൽ ഒസ്വാളിൻ്റെ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടാണ്. അവരുടെ 25% സ്റ്റേക്ക് 5% കുറയും, അതായത് 20% അവർ ഡയല്യൂട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സ് 75% സ്റ്റേക്ക് 64 കുറക്കുന്നു. അങ്ങനെയാണ് 279 കോടി രൂപ വരുന്നത്. 306-നും 322-നും ഇടയിലാണ് ഇതിൻ്റെ പ്രൈസിങ് വന്നിരിക്കുന്നത്. 1301 കോടി രൂപയാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇതിൽ 31% ഡയല്യൂട്ട് ചെയ്യുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 24 സെപ്റ്റംബറിന് ആരംഭിച്ച് 22 സെപ്റ്റംബറിന് ആരംഭിച്ച് 24 സെപ്റ്റംബർ വരെ ഇത് ഓപ്പണാണ്. 29 സെപ്റ്റംബറിനാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത്. സോ ഈ കമ്പനിയെക്കുറിച്ച് ബേസിക്കായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ മറ്റു സെയിൽസും വാല്യൂഷനും ഒക്കെ നമുക്കൊന്ന് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. IPO റിവ്യൂ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ 3 ഫിസിക്കൽസ് അത് നോക്കിക്കഴിഞ്ഞാൽ മാർജിൻ കുറഞ്ഞിരിക്കുകയായിരുന്നു. കാരണം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 2022 മുതൽ 2024 വരെ ഏകദേശം 27 കോടി രൂപയ്ക്കിടയായിരുന്നു. 29% റവന്യൂ ഗ്രോത്ത്, CAGR ഗ്രോത്ത് ഈ ഒരു സമയത്ത് കമ്പനി കാണിച്ചിട്ടുണ്ട്. പക്ഷേ IPOയ്ക്ക് മുമ്പ് തൊട്ട് മുന്നേ അവർ 35 കോടി രൂപയായിട്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ജമ്പ് ചെയ്തതായിട്ട് കാണുന്നു. അത് ഫൈനാൻഷ്യൽസിൽ കുറച്ച് സംശയം തോന്നുന്നു. IPOയ്ക്ക് തൊട്ട് മുന്നായിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രോഫിറ്റ് വർധനവ്. അതുപോലെ തന്നെ മെറ്റീരിയൽ കോസ്റ്റ് ഏകദേശം 78%, റവന്യൂയുടെ 78% മെറ്റീരിയൽ കോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ മാർജിൻ എക്സ്പാൻഷൻ ഒരു പരിധി വിട്ടിട്ട് നമുക്ക് ഇവർക്ക് നടത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്, അത്യാവശ്യം എസ്പെഷ്യലി ഫുഡ് ബിസിനസ്സിൽ. പിന്നെ മറ്റൊന്ന്, ഇക്വിറ്റി ഏകദേശം 36 കോടി രൂപയാണ് ഇവർക്ക് ഇക്വിറ്റി ബേസ് ആയിട്ടുള്ളത്. 10 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. 2025 EPS 9 രൂപ 70 പൈസയാണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 15%. നെറ്റ് വർത്തായിട്ട് കമ്പനിക്കുള്ളത് 226 കോടി രൂപയാണ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാലും നെഗ്ലിജിബിളായിട്ടുള്ള ഡെറ്റ് എല്ലാം ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ട്. ഏകദേശം ഇൻവെൻട്രി ടേൺ ഓവർ 1 to 2 മന്താണ്. അതായത് ഒരു 1 മുതൽ 2 മാസം വരെ എങ്കിലും ക്യാഷ് വിറ്റിട്ട് കറക്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അത് കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നു. പിന്നെ ഫ്രഷ് ഇഷ്യൂയുടെ ഉദ്ദേശം, കമ്പനിക്ക് മൊത്തമായിട്ട് ഡെറ്റ് 50 കോടി രൂപയായിരുന്നു. 2025 മാർച്ചിലെ ബാലൻസ് ഷീറ്റ്, അതായത് കഴിഞ്ഞ 6 മാസം മുമ്പേ 50 കോടി രൂപയായിരുന്നു കമ്പനിയുടെ കടമായിട്ടുണ്ടായിരുന്നത്. അത് പെട്ടെന്ന് ഈ ജൂലൈ 31 ആകുമ്പോഴേക്കും അത് 205 കോടി രൂപയായിട്ട് ഉയർന്നു കാണുന്നുണ്ട്. മേ ബി റോ മെറ്റീരിയൽസ് മേടിക്കാനും മറ്റുമൊക്കെ ചിലവാക്കിയതായിരിക്കാം. കമ്പനി 60 കോടി രൂപ IPOയിൽ നിന്നും നീക്കി വെക്കുന്നുണ്ട് ഡെറ്റ് റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ട്. അതേപോലെ 26 കോടി രൂപ ലോണ് പ്രൊമോട്ടേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടും റിലേറ്റഡ് പാർട്ടി അഗ്രിമെൻ്റായിട്ടും ഇതിൽ വെച്ചിട്ടുണ്ട്.
അതും എനിക്ക് അത്ര വലിയ ഒരു രസമായിട്ട് തോന്നുന്നില്ല. അത് ക്യാപിറ്റൽ അലോക്കേഷൻ അത്ര ശരിയല്ല എന്നതിൻ്റെ ലക്ഷണമാണ്. ഇൻട്രസ്റ്റ് ഇൻകമായിട്ട് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത് തേർഡ് പാർട്ടി അക്കൗണ്ട്സ് ഏകദേശം 10%. പ്രോഫിറ്റ് ബിഫോർ ടാക്സിൻ്റെ 10% ഇൻട്രസ്റ്റ് ഇൻകമായിട്ട് ഈ കമ്പനിക്ക് പോകുന്നുണ്ട്. അതായത് നെറ്റ് മാർജിൻ അതുകൊണ്ട് തന്നെ 4.2% കാണുന്നതാണ്. ഈ ഇൻകത്തിലെ കമ്പനിയുടെ വരവ് മാത്രമല്ല, ഇൻട്രസ്റ്റ് ഇൻകം കൂടി കൂട്ടി കാണിക്കുന്നത് കൊണ്ടാണ് ഇവരുടെ ഇൻഫ്ലേഷൻ റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കാണിക്കുന്നത്. അതുപോലെ തന്നെ 3.8% മാത്രമേ ശരിക്കുള്ളൂ. ഈ ഇൻകം ഒഴിവാക്കി കഴിഞ്ഞാൽ അവരുടെ മാർജിൻ എന്ന് പറയുന്നത് 3.8% ഉള്ളൂ. കമ്പനി ഒരു പുതിയ പ്രോസസ്സിംഗ് പ്ലാന്റ് സാട്ടു, അതുപോലെ തന്നെ ബേസൻ്റെയും സാട്ടുവിൻ്റെയൊക്കെ മീൻസ് സാട്ടു ധാന്യമാണ്, അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. IPO അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. IPO എന്ന് പറഞ്ഞ പ്രൈസാണ്. സോ അത് ഏകദേശം മാർച്ച് 2027 കൂടി സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് കമ്പനി പറയുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ഏകദേശം മാർജിൻ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന് അടുത്തൊരു 18 മാസം ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ 1301 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ്. പ്രൈസ് ടു ഏർണിംഗ് മൾട്ടിപ്പിൾസ് 29-ലാണുള്ളത്. 2026 എസ്റ്റിമേറ്റഡ് EPS എന്ന് പറഞ്ഞാൽ 11 രൂപയാണ്. ഇതൊരു എക്സ്പെൻസീവാണ്. പ്രത്യേകിച്ചും സിംഗിൾ ലോ ഡിജിറ്റ് ഗ്രോത്തിലാണ് ഇവർ വളർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രോഫിറ്റ്സ് കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഒരേ ലെവലിൽ നിൽക്കുന്നു. ഒരു റീജിയണൽ പ്ലേ ആണ്. ബംഗാളിലാണ് ഏറ്റവും കൂടുതലുള്ളത്. വലിയ ഒരു ബ്രാൻഡ് സ്ട്രെങ്ത് ഒന്നും ഈ കമ്പനിക്കില്ല. കാരണം 650 കോടി രൂപയിൽ B2C ബിസിനസ്സാണ് ഇവർ നടത്തുന്നത്. അത് തന്നെ ബിസിനസ്സും 25 വർഷമായിട്ട് ഇതേവരെ റേഞ്ചിൽ കിടക്കുകയാണ്. അപ്പോൾ ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഗണേഷ് കൺസ്യൂമറിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ലാർജ് പ്ലെയറായിട്ടുള്ള അദാനി വിൽമാറിനെയൊക്കെയാണ്. അതുപോലെ തന്നെ പതഞ്ജലി, അതൊക്കെ ഒരു നാഷണൽ വൈഡ് ബ്രാൻഡാണ്. ഏകദേശം 50 ഇരട്ടി ഇതിനിരട്ടി സെയിൽസ് വരുന്നുണ്ട്. അതുപോലെ ഫോർച്യൂൺ ബ്രാൻഡ്, അവരുടെ ഓണറായിട്ടുള്ള മീൻസ് അദാനി വിൽമാർസ് ആഗ്രോ, അവരൊക്കെ ഏകദേശം 29x ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കമ്പനി അതിനെയൊക്കെ എടുക്കുന്ന സമയം LT ഫുഡ്, KRBL, ചമൻലാൽ സേത്തിയ റൈസ് എക്സ്പോർട്സൊക്കെ നോക്കുന്ന സമയത്തെ നമുക്ക് അവരുടെയൊക്കെയാണ് ഈ മൈദയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്രോസസ്ഡ് ഫുഡൊക്കെ വരുന്നത്. അപ്പം സുക്ജി സ്റ്റാർച്ച്, റീജിയണൽ മീൻസ് അങ്ങനെയുള്ള വലിയ കമ്പനികൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവരൊക്കെ പ്രൈസ് ടു ഏർണിംഗ് മൾട്ടിപ്പിൾസ് 14-25 ഉള്ളത്. സോ അങ്ങനെ ഒരു ടോപ്പ് ലൈനില്ല. സിംഗിൾ ഡിജിറ്റ് മാർജിനേ ഉള്ളൂ. ഒരു റിട്ടേൺ ഓൺ ഇക്വിറ്റി ഒരു മീഡിയം സൈസിൽ പോകുന്നു. സോ ഗണേഷ് IPO പ്രൈസിങ് കുറച്ചുകൂടി അഗ്രസീവായി പോയി എന്നുള്ളൊരു അഭിപ്രായമാണ്. പ്രൈസ് കുറച്ചുകൂടി പോയി പ്രൈസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ലിസ്റ്റ് ചെയ്യുമ്പോൾ എത്രമാത്രം നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് ബാക്കിയുണ്ട് പൈസ എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരാഴ്ച ഇഷ്ടം പോലെ IPO വരാനുണ്ട്. അപ്പോൾ ഇതൊരു മസ്റ്റ് IPO അല്ല, മസ്റ്റ് അപ്ലൈ IPO എന്ന രീതിയിൽ പറയാനില്ല. ഇതല്ലെങ്കിൽ അടുത്ത IPO നാളെ മുതൽ തുടക്കുന്ന IPO ഉണ്ട്, ബുധനാഴ്ച IPO ഉണ്ട്, വെള്ളിയാഴ്ച IPO ഉണ്ട്. സോ ഒരുപാട് IPO ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന രീതിയിൽ നമ്മൾ ഈ പൈസക്ക് ഇതിന് ബ്ലോക്ക് ചെയ്തിടണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഇത് തീർച്ചയായിട്ടും എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങളും അഭിപ്രായങ്ങളും അനാലിസിസുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് നടത്തിയതിന് ശേഷം തീരുമാനിക്കാം. സോ നമ്മുടെ IPO വീഡിയോ പെട്ടെന്നായി പോയോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.